ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഇന്ത്യൻ മോയ്സ്ചറൈസറും ജർമ്മൻ മോയ്സ്ചറൈസറും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാനാണ് ഈ വീഡിയോ. ഇതിനകത്ത് നമ്മൾ ബേസിക്കലി ഇന്ത്യൻ മോയ്സ്ചറൈസർ ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, തിരിച്ചു പോയല്ല. ഇതേപോലെ തന്നെയാണ് ജർമ്മൻ മോയ്സ്ചറൈസറും നമ്മൾ പ്രസ് ചെയ്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വടിച്ചെടുക്കും. പിന്നെ ഇന്ത്യൻ പ്രോമാക്സ് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ടൊക്കെ വലിച്ച് എടുക്കണതാണ് ചെയ്യുന്നത്. പക്ഷെ ജർമ്മൻകാർക്ക് അങ്ങനത്തെ കാര്യമില്ല. എന്ന് വെച്ചാൽ ഒരു പിശുക്കന്മാരല്ല എന്ന് വരുന്നില്ല. അതായത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നണല്ലേ. ഇവർ ഉപയോഗിക്കും തോറും ഇതിൻ്റെ അടിയിലുള്ള സാധനം ഇങ്ങനെ കയറി വരും. അപ്പോൾ ഇതിൽ നമ്മൾ പറ്റിപ്പിടിച്ചിരിക്കുമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി പോലും മോയ്സ്ചറൈസർ ആയിട്ടില്ല. എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസർ ആയിട്ടില്ല. ഇതിങ്ങനെ ഉപയോഗിക്കുന്നതോറും കയറി അങ്ങ് പോകും. ഇത് ഞാൻ എൻ്റെ പുതിയ ഇപ്പോൾ ഉപയോഗിച്ചങ്ങ് തുടങ്ങിയിട്ടുള്ളൂ. ഇത് ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് ഉപയോഗിക്കും തോറും ഇത് കയറി വന്നിട്ട് ലാസ്റ്റ് ഇതേപോലെയാവും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പം നമുക്ക് അത് കട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല ലാസ്റ്റ് തീരുന്ന സമയത്ത്. പിന്നെ ഇന്ത്യൻ പ്രോമാക്സിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയും കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ത്യൻ കമ്പനികളോട് ഒരു റെക്കമെൻഡേഷൻ തരികയാണ്. മാക്സിമം ജർമ്മൻ കമ്പനിക്കാരൊക്കെ കോപ്പി അടിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും സമയമില്ല, അങ്ങനെ ബുദ്ധിമുട്ടിലാക്കരുത്. നിങ്ങൾ ഇതേപോലെയുള്ള പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുക. ഞങ്ങളെ ഈ കട്ട് ചെയ്ത് നാണം കെടുത്തുന്നവരാക്കിയിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? അപ്പം ശരി, ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.